അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1317. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖബറൈൻ. ഒരിക്കൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ. നിശ്ചയമായും ഈ രണ്ട് ഖബറാളികളെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ. ജനങ്ങളുടെ ദൃഷ്ടിയിൽ വലിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ അഹദുഹുമ, അവരിൽ ഒരാൾ, ഫകാന ലാ യസ്തബ്രിഉ മിൻ ബൗലിഹി, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഇസ്തിബ്റാ ചെയ്യാറില്ല. അഥവാ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മൂത്രം ഒഴിവാക്കാതെയാണ് അവർ കഴുകി എഴുന്നേറ്റ് പോരുന്നത്. മൂത്രമൊഴിച്ചാൽ ഇസ്തിബ്റാ ചെയ്യണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാക്കണം. തൊണ്ട അനക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ അവൻ്റെ അടുത്തെ കൈകൊണ്ട് പതുക്കെ തടവി മൂത്രം പൂർണ്ണമായും പോയി എന്ന് ഉറപ്പുവരുത്തണം. എന്നതിന് ശേഷമാണ് ശൗചം ചെയ്യേണ്ടത്. പലപ്പോഴും മൂത്രമൊഴിച്ചങ്ങ് എഴുന്നേറ്റ് പോകുമ്പോൾ, പെട്ടെന്ന് കഴുകി പോകുമ്പോൾ, പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴായിരിക്കും ബാക്കി മൂത്രമുറ്റുക. അതവൻ്റെ വസ്ത്രവും ശരീരമൊക്കെ നജസ് പുരളാൻ കാരണമാകും. അപ്പം അത് നിസാരമായി കാണുന്ന ഒന്നാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റാണ്. ശുദ്ധിയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ അത് ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. വഅമ്മൽ-ആഖറു, അപ്പോൾ മറ്റേ ആള്, ഫകാന യംശി ബിൻ നമീമ, അവൻ ഏഷണിയേറ്റ് നടക്കുന്ന ആളാണ്. ഓരോരുത്തരുടെയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉള്ളത് അവിടെ കൊടുത്ത്, അവിടുന്ന് ഇവിടെ കൊടുത്ത്, ഇങ്ങനെ ഏഷണിപ്പണി ചെയ്യുന്ന ആൾ. അതുകൊണ്ടാണ് ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തുമ്മ അഖദ ജരീദത്തൻ റുത്ബത്തൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പച്ച ഈത്തപ്പനയുടെ മട്ടല് എടുത്ത്, ഫശഖ്ഖഹാ നിസ്ഫൈൻ, അത് രണ്ട് കഷ്ണമായി കീറി. എന്നിട്ട് തുമ്മ ഗറസ ഫീ കുല്ലി ഖബരിൻ വാഹിദത്തൻ, ഓരോ ഖബറിനും ഓരോ ഈത്തപ്പന മട്ടലിന്റെ കഷ്ണം, പച്ചയായ കഷ്ണം കുത്തിവെച്ചു. ഫഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലിമ സ്വനഅത ഹാദാ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫഖാല, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅല്ലഹുമാ അൻ യുഖഫഫ അൻഹുമാ മാ ലം യൈബസാ. ഈ ഈത്തപ്പന മുട്ടൽ ഉണങ്ങാത്ത കാലത്തോളം അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കാം. ഇത് കാരണം അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടും. അതിനു വേണ്ടിയാണ് ഇത് കുത്തിവെക്കുന്നത്. അപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ, മറവ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചച്ചെടി കുത്തിവെക്കാറുണ്ട്. അതെന്തിനാണ്? ഇത് പച്ചയായി നിലനിൽക്കുന്ന കാലത്തോളം ആ മയ്യത്തിന് ശിക്ഷ ലഘൂകരിക്കപ്പെടും, പാപം പൊറുക്കാൻ അത് കാരണമാകും. അപ്പോൾ ഈ ഹദീസ് വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതായി കാണുന്ന പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പാപങ്ങളാണ്. പ്രത്യേകിച്ച് പാൻസൊക്കെ ധരിക്കുന്ന ആളുകൾ മൂത്രമൊഴിക്കുമ്പോൾ പലപ്പോഴും മൂത്രം പൂർണ്ണമായി പോകാതെ എഴുന്നേറ്റ് പോരുന്നവരുണ്ട്. ശ്രദ്ധിക്കണം. അയച്ചുകൊണ്ട് ശരിക്കിരുന്ന് മൂത്രമൊഴിച്ച് ഇടത് ഭാഗത്തേക്ക് ചാഞ്ഞിരുന്ന് ശരിക്ക് തൊണ്ടനക്കി മൂത്രം പൂർണ്ണമായും പോയി എന്ന് ഉറപ്പായതിനു ശേഷമേ നമ്മൾ ശൗചം ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും. അത് ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. അതുപോലെ നമീമത്തിന്റെ കാര്യവും. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം, ജീവിതത്തിൽ പകർത്തുകയും വേണം. അല്ലാഹു തആല നല്ലതെല്ലാം പകർത്താനും ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.